പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇതാണ് ആ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു സ്ഥലത്ത് പോലും പ്രവാസി എന്നൊരു വാക്കോ നോർക്ക എന്ന് ഉച്ചരിക്കാൻ സതീശൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പ്രവാസി മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് ഈ അവസാന ബഡ്ജറ്റിൽ പോലും 200 കോടിയോളം രൂപ നോർക്ക ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട് അനുബന്ധ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെച്ചൊരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. പക്ഷേ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നോർക്ക എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, പ്രവാസികളുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ലോക കേരള സഭയെപ്പറ്റി പരാമർശം പോലും ഉണ്ടായിട്ടില്ല. നോർക്ക റൂട്ട്സിൻ്റെയോ പ്രവാസി ക്ഷേമനിധി ബോർഡിനെ പറ്റിയോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സാന്ത്വനം പദ്ധതിയെപ്പറ്റിയോ അല്ലെങ്കിൽ NDPRM വായ്പ, നോർക്ക പുനരധിവാസ പദ്ധതിയായിട്ടുള്ള NDPRM വായ്പയെ പറ്റിയോ ഒന്നും തന്നെ ഉച്ചരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് നോർക്ക എന്ന് പറയുന്നത് ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടിയാണ് നോർക്ക റൂട്ട്സും മറ്റും ശ്രമിച്ചിട്ടുള്ളത്. വിവിധ ലോക രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ഈ നോർക്ക നടത്തുന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും അത് പഠിക്കാനും തയ്യാറായിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ ആകെ പറയുന്നത് പ്രവാസി നിക്ഷേപം വേണമെന്നാണ്. മടങ്ങി വരുന്ന പ്രവാസികളുടെ റീഹാബിലിറ്റേഷൻ, അവരുടെ പുനരധിവാസം ഉറപ്പാക്കേണ്ട സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത്യന്തം പ്രതിഷേധാത്മകമായൊരു സംഗതിയാണ്. നമുക്കറിയാമോ, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്ന പ്രവാസി പെൻഷൻ ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. അതിന് ആ പ്രവാസി പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടി അതിനെങ്കിലും ഫണ്ട് അനുവദിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതൊന്നും നടന്നിട്ടില്ല. ലോകത്താകമാനം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ പ്രവാസികളും പ്രവാസി സംഘടനകളും ഈ കൊടിയ അനീതിക്കെതിരെ, ഈ അവഗണനയ്ക്കെതിരെ രംഗത്തിറങ്ങണമെന്നും ഈ ബഡ്ജറ്റിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.